എന്താണ് ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ പറഞ്ഞു, നബിയേ വലാക യാ റസൂലല്ലാഹ്, എനിക്കത് തന്നെ കിട്ടണം. കാലനാം, എന്നാ തന്നിരിക്കുന്നു. ആയിക്കോട്ടെ, തന്നു. എന്ത്? സ്വർഗം അല്ല, സ്വർഗത്തിൽ നീ എന്റെ ചെങ്ങായാണ്, ഞാൻ എഴുതി തന്നു, ജി എൻ ചെങ്ങായാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താ അങ്ങനെ പറയാ? അതെങ്ങനെ പറയാ? ഭൂമിനിങ്ങളെ ചിന്തിക്കണം. എന്തായി പറയുന്നത്? അപ്പോൾ ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്ത്? ഹബീബിന്റെ ഖദർ മനസ്സിലാക്കാൻ മനുഷ്യ കഴിയുകയില്ല. സ്വർഗം കൊടുക്കാൻ അധികാരമുള്ള നബിയാണ്. സ്വർഗത്തിലെ റഫീഖാകൾ എന്ന അവസ്ഥ കൊടുക്കാൻ അധികാരമുള്ള നബിയാണ്. കൗസറിനെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ അങ്ങക്ക് ഞാൻ കൗസർ തന്നിരിക്കുന്നു, ഞാൻ തന്നു കഴിഞ്ഞു. തരുന്നല്ല, തന്നു കഴിഞ്ഞു. ദുനിയാവിലെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുരന്തം വിവരമില്ലാത്ത മനുഷ്യരെ പിൻപറ്റുക എന്നുള്ളതാണ്. വിവരമില്ലാത്തവരെ പിടിച്ച് നേതാക്കളാക്കും. അവരെ പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ. അന്ത്യനാളിന്റെ ക്ഷീണം എന്താണ്? അന്ത്യനാളിന്റെ ലോകം എന്താണ്? അന്ത്യനാളിന്റെ ലോകം എന്ന് പറഞ്ഞാൽ അത് കേവലം യുദ്ധമാണെന്ന് ധരിക്കേണ്ട. യുദ്ധം ഏതു കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. യുദ്ധം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതിന് ചെറുതായ പ്രത്യാഘാതം ഉണ്ടാവും, ചിലപ്പോൾ വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാവും. 1914 മുതൽ 1917 വരെ നടന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ. തുർക്കിയിൽ മാത്രം 50 ലക്ഷം ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും പറയാൻ കഴിയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ അതൊക്കെ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്. ലോകത്തിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾക്കനുസരിച്ചും നശീകരണ സംവിധാനങ്ങൾക്കനുസരിച്ചും യുദ്ധങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ ദുരന്തങ്ങളായി ഭൂമിയിൽ വരും. പക്ഷെ അതൊന്നല്ല വലിയ ദുരന്തം. അതിൽപ്പോ എന്താ ഉണ്ടാവുക? ഇപ്പൊ യുദ്ധം ഉണ്ടായാൽ മരിക്കും. മരിക്കൽ വേണമല്ലോ. മരിക്കാന്നത് കണക്കാക്കിയ ദിവസം മരിക്കും, അത്രയല്ലേ ഉള്ളൂ. യുദ്ധത്തിലായി പോയി എന്നല്ലേ ഉള്ളൂ. യുദ്ധമില്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി അവർ ജീവിക്കണം എന്ന് വല്ല നിയമം ഉണ്ടായിരുന്നോ? അവരെന്നെയാണ്. ഏത് യുദ്ധത്തിൽ മരിച്ചാലും അവർ മരിക്കേണ്ട ഡേറ്റിന് തന്നെയാണ് മരിക്കുക. യുദ്ധത്തിൽ മരിച്ച ഒരു പട്ടാളക്കാരൻ യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ അന്ന് ഓട്ടോറിക്ഷ കുത്തി മരിക്കുകയെങ്കിലും ചെയ്യും. പാമ്പടിച്ചെങ്കിലും മരിക്കും. മരിക്കൽ അന്ന് തന്നെ മരിക്കും. അപ്പൊ യുദ്ധം ഉണ്ടാകുക എന്നൊന്നുമല്ല ദുരന്തം. ദുരന്തം എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത വിഡ്ഢികളെ പിൻപറ്റലാണ്. അല്ലാഹു കാക്കട്ടെ. മനുഷ്യൻ എങ്ങനെ പറയും യുദ്ധം ഉണ്ടായി? യുദ്ധം ഉണ്ടായാൽ എന്താ നിനക്കെന്താ? യുദ്ധം ഉണ്ടാകാൻ വേണ്ടി പറയല്ല. യുദ്ധം ഉണ്ടായപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? മനുഷ്യന്മാർക്ക് നിശ്ചയിച്ച ഡേറ്റിൽ യുദ്ധം കാരണം മരിക്കും. ഇല്ലെങ്കിൽ പാമ്പ് കടിച്ച് മരിക്കും, ഇല്ലെങ്കിൽ വിമാനം പൊളിഞ്ഞാടി മരിക്കും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കുത്തി മരിക്കും, അല്ലെങ്കിൽ ഇടിവെട്ടി മരിക്കും, അല്ലെങ്കിൽ പ്രളയം ഉണ്ടായി മരിക്കും. എന്താണെങ്കിലും അന്ന് മരിക്കേണ്ട ഡേറ്റിനും ഒരു ഡേറ്റ് മുന്തുമില്ല, ഒരു ഡേറ്റ് ബിന്ദുവില്ല. അതൊക്കെ വെറുതെ ഉള്ള വർത്തമാനങ്ങൾ പറയാം. ഞാൻ യുദ്ധം ഉണ്ടാകാൻ വേണ്ടി പറയല്ല. ഞങ്ങനെ ഇയാൾ പറഞ്ഞ് യുദ്ധം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തോന്നരുത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായി എന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ പിന്നെ ബുദ്ധി ഉണ്ടായി എന്താ ഉണ്ടാവുക? മരണം എന്നതൊരു ദുരന്തം തന്നെയല്ല. മരണം ദുരന്തമാണെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിയാണ്. അല്ലാഹു കാക്കട്ടെ. മരണം എങ്ങനെയാണ് മനുഷ്യ ദുരന്താവുക? മരണം എങ്ങനെ ദുരന്താവുക? മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിച്ച ഡേറ്റിന് നമ്മൾ മരിക്കും. അതെങ്ങനെ മരിക്കും? കൊന്നു മരിക്കാം, വീണ് മരിക്കാം, കിണറ്റ് ചാടി മരിക്കാം. അന്നാണ് മരിക്കാം. നമ്മുടെ ഡേറ്റ് അന്നാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഡേറ്റ് അന്നാണ് ഡേറ്റ്. അപ്പോൾ എന്താ ഉള്ളത്? യുദ്ധം കൊണ്ടുണ്ടായി. യുദ്ധം ഒരു കാരണം ഉണ്ടായിന്നേ ഉള്ളൂ. അല്ലാതെ അത് യുദ്ധം കാരണം മരിച്ചല്ല. യുദ്ധം ഒരു കാരണമായി പോയിന്നേ ഉള്ളൂ. യുദ്ധം ഒരു കാരണമായി പോയിന്നേ ഉള്ളൂ. യുദ്ധം ഒരു കാരണമായി പോയി എന്നേ ഉള്ളൂ. വൈകുന്നേരം ആയാലും ഉറങ്ങുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ കാളാടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇവിടുത്തെ ഹക്കീം ഉസ്താദ് ചോദിച്ചില്ല ഭക്ഷണം കാളാട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാളാട് വന്നതുകൊണ്ട് എന്താ ഉണ്ടായത്? ഇവിടുന്ന് തിന്നു എന്നല്ലാതെ ഇല്ലെങ്കിൽ തിന്നൂലെന്നില്ല. അതല്ലെങ്കിൽ മറ്റോട് തിന്നും. വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങുമ്പോൾ എന്തെങ്കിലും തിന്നും. അതിപ്പോൾ ഇവിടുന്ന് അല്ലെങ്കിൽ അവിടുന്ന് തിന്നും. അത്രേ ഉള്ളൂ. ഇത് കാരണം എന്നേ ഉള്ളൂ. ഇവിടെ വയലുണ്ടായത് ഇവിടെ തിന്നു, ഇവിടെ വയലില്ലെങ്കിൽ തിന്നൂലെന്നുണ്ടോ? ഇല്ല, വേറെ സ്ഥലത്ത് നിന്നും എന്നതുപോലെ ചിന്തിക്കണം.
അപ്പോൾ മരണം ഒരു ദുരന്തമല്ല. ഏറ്റവും വലിയ മുത്തുനബിയുടെ മരണം പോലും ദുരന്തമല്ലല്ലോ. എന്തുകൊണ്ട്? ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതവും നിങ്ങൾക്ക് ഗുണമാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഗുണമാണ്. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എന്താണ് പിന്നെ ദുരന്തം? എന്താണ് ദുരന്തം? ദുരന്തം എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത മനുഷ്യർ വലിയ പണ്ഡിതന്മാരായി ചമഞ്ഞു നടക്കുക. അല്ലാഹു കാക്കട്ടെ. അത് ദുരന്തമാണ്. അവര് പിഴക്കുകയും അവര് പിഴപ്പിക്കുകയും ചെയ്യും. അതാണ് ദുരന്തം. അങ്ങനെ വന്നാൽ എന്തുവരും? മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കട്ടെ. തല നഷ്ടപ്പെട്ടു പോലല്ല പ്രശ്നം, ഈമാൻ നഷ്ടപ്പെട്ടു പോലാണ്. തല നഷ്ടപ്പെടുന്നതല്ല ദുരന്തം, അതെന്നാണെങ്കിലും പറഞ്ഞ ഡേറ്റ് നഷ്ടപ്പെടും. വളരെ ചിന്തിക്കണം. അവസാനത്തെ സൂറത്തിൽ പോലും തല നോക്കണം എന്നല്ല, നെഞ്ച് നോക്കണം എന്നാണ്. മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. നെഞ്ചിന്റെ ഉള്ളിൽ നാശാകണത് നോക്കണേ. നെഞ്ചിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഖൽബ്. ഖൽബിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഈമാന്. തല നോക്കണേ എന്നല്ല. അവസാനത്തെ സൂറത്തിലും തല നോക്കിക്കൊള്ളണേ, തല പോകാതെ നോക്കിക്കൊള്ളണേ എന്നല്ല. പിന്നെന്താ ഉള്ളത്? നെഞ്ച് നോക്കിക്കോളേ. അവിടെ ഹൃദയണ്ടേ, അതിൽ ഈമാണ്ടേ, അത് പോകരുത്. വളരെ ചിന്തിക്കണം. മനുഷ്യൻ ചിന്തിക്കണം, ചിന്തിക്കുക. അപ്പോൾ ദുരന്തമെന്ന് പറയുന്നത് എന്താണ്? വിവരമില്ലാത്ത ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കുക, അവരുടെ വാക്കുകൾ കേൾക്കുക, അവരുടെ സംഘടനകളിൽ ചേരുക, അവരുടെ പുസ്തകങ്ങൾ വായിക്കുക. അവർ പിഴച്ചവരാണ്, അവർ പിഴപ്പിക്കുന്നവരുമാണ്. അവരുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിട്ടില്ല, അവരെ പിന്നാലെ നടക്കുക. ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കിട്ടാത്ത മനുഷ്യന്മാരെ പിന്നാലെ പോകും. അവരോ പിഴച്ചവരാണ്, അവർ പിഴപ്പിക്കുകയും ചെയ്യും. മുത്തുനബിയെ പറ്റി പറഞ്ഞാൽ അള്ളാന്റെ മേലെയാവൂലേ? അള്ളാഹ് എവിടെയാന്നാ വിചാരിച്ച ചങ്ങാതി? നിനക്ക് അള്ളാഹിനെ പറ്റി എന്ത് അറിയും? ഈ വെച്ചു കൊടുത്താനോ അള്ളാഹിനെ വെക്കേണ്ടത്? അപ്പൊ അള്ളാഹിനെ വെച്ച ഒന്നും നിനക്ക് ശരിയായിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ നിനക്ക് കെരിമ ഒന്നും കൂടി ചെല്ലണം എന്നല്ലേ എൻ്റെ അർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ആരാ? وانسب إلى ذاته ما شئت من شرفه وانسب إلى قدره ما شئت من علمه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ചിന്തിക്ക്. അള്ളാന്റെ ഖദർ പോയിട്ട് അള്ളാന്റെ ഹബീബിന്റെ ഖദർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? നമുക്ക് വരുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഖദർ പോകട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖദർ പോയിട്ട് ആ ഖദറിന്റെ വാതിൽ പടിയുടെ ഉമ്മരം കാണാൻ റഹ്മത്തുള്ളാഹിക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുമെന്ന് തോന്നുന്നും ഇല്ല. അള്ളാന്റെ ഹബീബിന്റെ ഖദറിന്റെ വാതിൽ പടിന്റെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പുറത്തേക്ക് എത്ര ഉണ്ടാവും എനിക്കറിയില്ല. ആ വാതിൽപ്പടി, ഖദറിന്റെ വാതിൽപ്പടി പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. റസൂലുള്ളാഹിന്റെ ഖദറിന്റെ വാതിൽപ്പടി ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയൂല മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ അടുക്കൽ ഹബീബ് ആരാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. മുഹമ്മദ് മുസ്തഫ. വാതിൽപ്പടി കണ്ടിട്ടില്ല. ഞാനത് പറയാനേ എനിക്കത് മനസ്സിലായിട്ടില്ല. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. നടക്കാത്ത ഒരു കാര്യമല്ല റസൂലുള്ളാഹിക്ക്. എന്താ ഒക്കെ നടക്കും എല്ലാം. ചിന്തിക്കും. നബിക്ക് പുണ്യ റസൂൽ നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന ആള് അല്ല, നിസ്കാരം പഠിപ്പിക്കാൻ വന്നതുമല്ല. വന്നപ്പോൾ നിസ്കാരം പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വന്ന നബിയല്ല. പിന്നെ എന്തിനു വന്ന നബിയാണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്ന നബിയാ മുഹമ്മദ് മുസ്തഫ. നിസ്കാരം പഠിപ്പിച്ച പഴയത്തിന് 10-12 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണെങ്കിൽ ഒന്നാം ദിവസം നിസ്കാരല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാം ദിവസം നിസ്കാരല്ലേ 5 വഖ്തായി കാണിച്ചു കൊടുക്കേണ്ടത്? മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിന്റെ ആ അമലിയാത്തല്ലേ ആദ്യത്തെ ആയത്തായി അള്ളാഹു തആല ഇറക്കണത്. എന്നാൽ എവിടെയെങ്കിലും ആ സൂറത്തിൽ ഒരു നിസ്കാര കണക്ക് കാണുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം.
നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വന്ന നബിയല്ല മുഹമ്മദ് മുസ്തഫ. നിസ്കാരം വന്നപ്പോൾ പഠിപ്പിച്ചു. നോമ്പ് അതിന്റെ സമയത്ത് പഠിപ്പിച്ചു. പോകാൻ ചില്ലറ ദിവസങ്ങൾക്ക് മുമ്പ് 23-ാമത്തെ കൊല്ലത്തിൽ ഹജ്ജും പഠിപ്പിച്ചു. ഹജ്ജ് പഠിപ്പിച്ചത് ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ ഹബീബ് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെയാണ് നബിയുടെ കഥ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ വന്നത്? ശുദ്ധീകരിക്കാൻ വേണ്ടിയാ ദുനിയാവിന്റെ ആബിദീങ്ങളെ, പരലോകത്തിന്റെ ദുനിയാവിന്റെ ആബിദീങ്ങളായി അള്ളാഹുവിന്റെ ഗാഫിലീങ്ങളായി നടന്നിരുന്ന ജനതയെ ശാകിരീങ്ങളുമാക്കാൻ വന്ന നബിയാണ് മുഹമ്മദ്. വർക്കപ്പറ പുണ്യ മുഹമ്മദ്. അവർ ദുനിയാവിന്റെ ആബിദീങ്ങളായിരുന്നു. അവർ ദുനിയാവിന്റെ പിന്നാലെ വീണ് കിടക്കുന്നവരായി. അവർക്ക് എന്താണ് മനുഷ്യത്വമെന്ന് അറിയുമായിരുന്നില്ല. അവർക്ക് എന്താണ് സംസ്കാരമെന്ന് അറിയുമായിരുന്നില്ല. ആ ജനതക്ക് എന്താണ് മനുഷ്യത്വമെന്ന് പഠിപ്പിക്കാനും അല്ലാഹുവിനെ കുറിച്ച് തംബീഹാക്കാനും വന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ. അവിടെ കാട്ടൊരു കാര്യമില്ല. റബീഅത്ത് ബിൻ കഅബ് വെള്ളവും കൊണ്ട് ചെന്നപ്പോൾ ചോദിച്ചല്ലോ, സെൽ, എന്തും ചോദിച്ചോ ഇപ്പൊ ഞാൻ തരും. അങ്ങനെ ഒരാൾ പറയാ? അല്ലാഹു പറയേണ്ട വർത്താനല്ലേ നബി പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ ഈ വിവരമില്ലാത്ത മനുഷ്യർ എന്ത് മറുപടി പറയും ചങ്ങാതി? സെൽ ചോദിച്ചോ. നട്ടപ്പാതിരക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മുത്തിൻ മുഹമ്മദ് മുസ്തഫ എണീറ്റപ്പോൾ വെള്ളവും കൊണ്ട് ഒരു സ്വഹാബി കാത്തു നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഞാൻ റബീഅത്ത് ബിൻ കഅബ് ആണെന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. മിൻ മത, എത്ര മുതൽ ഇവിടെ കണ്ടു ചോദിച്ചു. അപ്പോൾ ഞാൻ രാത്രി ഇശയോടുകൂടെ വിളക്കാൻ തുടങ്ങിയതാണ്. അങ്ങെപ്പോൾ എണീറ്റാലും വെള്ളം തരാൻ വേണ്ടി കാത്തുന്നതാണ് പറഞ്ഞു. അപ്പോൾ ഹബീബിന് സന്തോഷമായി. ഉറങ്ങിയിട്ടില്ല ഈ മനുഷ്യൻ. റസൂലുള്ളാഹിക്ക് ഉദൂന്റെ വെള്ളം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഹബീബ് പറഞ്ഞു, ഹബീബ് അല്ലാഹു വളരെ കഷ്ടപ്പെട്ടല്ലോ പൊന്നു മോനെ. സെൽ, ഇപ്പൊ ഇനി എന്തിനോട് ചോദിച്ചോ. എന്ത് ചോദിച്ചാൽ ഞാൻ തരുന്നു. ചിന്തിക്ക്, എന്താ ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. ഈ പഠിച്ച പുസ്തകത്തിൽ സ്വർഗം കൊടുക്കേണ്ട ആൾ അല്ലല്ലോ. ഇതെങ്ങനെ നബി ചോദിക്കാം? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചോദിക്കുന്നത്? അസ്അലുക മുറാ, സ്വർഗ്ഗമല്ലേ കേൾക്കണത്? സ്വർഗ്ഗത്തിൽ നിങ്ങളെ ചങ്ങാതിയാണ്. സ്വർഗ്ഗല്ല, സ്വർഗ്ഗത്തിൽ നിങ്ങളെ ചങ്ങാതിയാണ്. അപ്പൊ എവിടെ എത്തണം? അതേതാ ദറജ? ഇന്ന ഫിൽ ജന്നതി ലദറജതൻ ലാ യുവാഫിഖുഹാ ലിഅബ്ദിൻ മുസ്ലിമിൻ ഇല്ലാ ലി, എനിക്കല്ലാതെ വേറൊരാൾക്കും പറ്റാത്ത അത്ര ഉന്നതമായ ഒരു ദറജ സ്വർഗ്ഗത്തിലുണ്ട്. ആ സ്വർഗ്ഗത്തിലെ ദറജ വല്ലാത്ത ദറജയാ എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ദറജ നിങ്ങൾ ചിന്തിച്ചു നോക്കി. സ്വർഗ്ഗത്തിലൊരു പ്രത്യേക ലോകമുണ്ട്. അവിടെ ആര് മാത്രമാണ് അവിടുത്തെ അധികാരി? ആര് മാത്രം? പറ. അതെനിക്കല്ലാത്തൊരാൾക്കും പറ്റുന്നില്ല. എനിക്കൊരൊറ്റാക്കെ പറ്റുള്ളൂ, വേറെ ആൾക്ക് പറ്റൂല. അങ്ങനത്തെ സ്ഥലമാണത്. അപ്പൊ ഈ സ്വഹാബി ചോദിച്ചത് എനിക്ക് നിങ്ങളെ ചങ്ങാതിയാണെന്ന്. ഞാൻ അവിടെ പോകാനും വരാനും, അവിടെ ഇരിക്കാനും, അവിടെ കിടക്കാനും, അവിടെ ഉറങ്ങാനും ഒക്കെ എനിക്ക്, ഉറങ്ങാനല്ല, അവിടെ കിടക്കാനും, അവിടെ പോകാനും, അവിടെ വരാനും ഒക്കെ എനിക്ക് അനുവാദം വേണം. എപ്പോഴും അവിടെ കയറി ചെല്ലാൻ കഴിയണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ചങ്ങാതി, നിങ്ങളെ ചങ്ങാതിയാണ്. എന്റെ പുണ്യ റസൂലിന് പറഞ്ഞുകൂടായിരുന്നോ? അതൊന്നും എന്നോട് ചോദിക്കാൻ പറ്റൂല, അത് അള്ളാഹിനോട് ചോദിക്കേണ്ട ചങ്ങാതിലേ. നിനക്ക് വല്ല അരിസാമാനത്തിന് കമ്മിയുണ്ടോ? നിനക്ക് വല്ല ഗോതമ്പത്തിന് കമ്മിയുണ്ടോ? ഈത്തപ്പഴത്തിന് പരിയിൽ കമ്മിയുണ്ടോ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ മകൾ കൊടുത്തിട്ടില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടോ? അതൊക്കെ എന്നോട് ചോദിച്ചോ. അല്ലാതെ ഈ ജാതി സ്വർഗ്ഗമൊന്നും ഞാൻ തരണ്ടല്ല, അള്ളാഹ് തരണ്ടാണെന്ന് അങ്ങനെ ചോദിച്ചോളായിരുന്നു മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം കേട്ടപ്പോൾ ആ ഹബീബായ നബി പറഞ്ഞു, പാട്ട് കുറച്ച് കൂടിയില്ലടാ. സ്വർഗമല്ല ചോദിച്ച്, സ്വർഗത്തിന്റെ അപ്പുറത്ത് ജിന്റെ, സ്വർഗത്തിൽ ജിന്റെ പറ ചെങ്ങായാണെന്ന് പറഞ്ഞ്. എന്നോട് ചോദിക്കല് ശിർക്കല്ലേ എന്നൊന്നും നബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിർക്കിന്റെ ഒക്കെ ഓഫീസ് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചിന്തിക്കി പറയുന്നത്. തല കൊടുക്കണം, ചിന്തിക്കണം. വെറുതെ താടി നീട്ടിയതുകൊണ്ട് തലച്ചോറ് നീളൂല. വെറുതെ താടി നീട്ടിയതുകൊണ്ട് തലച്ചോറ് നീളുന്ന ആരും വിചാരിക്കണ്ട. തലച്ചോറ് പടച്ചോളം വരാൻ കൊടുക്കണം. താടി നമുക്ക് 4 ആഴ്ച ബാർബർ ഷോപ്പ് കയറിയിട്ടില്ലെങ്കിൽ നീളും. തലച്ചോറ് അങ്ങനെ നീളൂല. തലച്ചോറ് പടച്ചോൻ തരണം.
എന്താണ് ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ പറഞ്ഞു, നബിയേ ഹുവദാക യാ റസൂലല്ലാഹ്, എനിക്കത് തന്നെ കിട്ടണം. ഖാല നഅം, എന്നാ തന്നിരിക്കുന്നു. ആയിക്കോട്ടെ, തന്നു. എന്ത്? സ്വർഗം അല്ല, സ്വർഗത്തിൽ നീ എന്റെ പറയ് ചെങ്ങായാണ്, ഞാൻ എഴുതി തന്നു, ജി എന്റെ ചെങ്ങായാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താ അങ്ങനെ പറയാ? അതെങ്ങനെ പറയാ? ഭൂമിനിങ്ങളെ ചിന്തിക്കണം. എന്തായി പറയുന്നത്? അപ്പോൾ ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്ത്? ഹബീബിന്റെ ഖദർ മനസ്സിലാക്കാൻ മനുഷ്യ കഴിയുകയില്ല. സ്വർഗം കൊടുക്കാൻ അധികാരമുള്ള നബിയാണ്. സ്വർഗത്തിലെ റഫീഖാകൽ എന്ന അവസ്ഥ കൊടുക്കാൻ അധികാരമുള്ള നബിയാണ്. കൗസറിനെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ അങ്ങേക്ക് ഞാൻ കൗസർ തന്നിരിക്കുന്നു, ഞാൻ തന്നു കഴിഞ്ഞു. തരുന്നല്ല, തന്നു കഴിഞ്ഞു. ഞാൻ കൗസർ തന്നു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കൗസർ അങ്ങേക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കൗസർ എന്നത് അള്ളാഹിന്റെ റസൂലിന്റെ മുതലാണ്. ഇപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്ക്. അപ്പോൾ അതാണ് മുഅ്മിനീങ്ങൾ പറയുന്നത്, ഇന്നനാ നർജു ഇലാ വഖജലക സിഹൗലിക ലിൽഅതസ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. മുത്തുനബിയെ, കൗസർ അങ്ങ് കൊടുക്കുന്ന ദിവസം ഞങ്ങളെ തടയരുതേ നബിയെ. എന്തുകൊണ്ട്? കൗസർ ഇന്ന് വേറൊരാളെയും മുതലല്ല, അള്ളാഹു അത് പതിച്ചു കൊടുത്തതാണ്. ആർക്ക് കൊടുത്തതാണ്? മുഹമ്മദ് മുസ്തഫ. തീർച്ചയായും നാം നൽകിയിരിക്കുന്നു അങ്ങേക്ക് അൽ കൗസറ, കൗസറിനെ നൽകി കഴിഞ്ഞു. കൊടുക്കുന്നല്ല, കൊടുത്തു കഴിഞ്ഞു, തന്നു കഴിഞ്ഞു. നിങ്ങൾ തന്നത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇന്നാ നുഅ്തീകൽ കൗസർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൗസർ തരും എന്നാണ്. അങ്ങനെ പറഞ്ഞാലും വലിയൊരു വാക്ക് തന്നെയാണ്. അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹ് ലംഘിക്കൂല. മനസ്സിലായില്ല? അള്ളാഹ്ക്ക് നബിയോട് ഇങ്ങനെ പറയായിരുന്നല്ലോ. എങ്ങനെ? നബിയെ, പരലോകത്ത് വന്നാൽ കൗസർ ഞാൻ നിങ്ങൾക്ക് പറയേ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാലും അത് വലിയൊരു വാഗ്ദത്താണ്. കാരണം ഒന്ന്, കൗസർ കിട്ടുമെന്ന് ഉറപ്പിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദത്തം ചെയ്താൽ ഒരിക്കലും ലംഘിക്കൂല. അപ്പൊ അതും വലിയ വാക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് കൗസർ തരും എന്ന് പറഞ്ഞാലും അത് വലിയ വാക്കാണ്. പക്ഷെ അവിടെ കൗസർ തരും എന്നല്ല പറഞ്ഞേ, ഞാൻ കൗസറിനെ അങ്ങേക്ക് തന്നു കഴിഞ്ഞു എന്നാണ്. ഇനി അത് നിങ്ങളതാണ്. തന്നു കഴിഞ്ഞു. കൊടുക്കുന്ന മുത്തം പറഞ്ഞനും മതം പറഞ്ഞനും കൊടുക്കണവനും വാങ്ങണവനും നേരെ പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി എന്ത് ചെയ്തു? ഞാനിതാ എൻ്റെ 10 സെന്റ് അളാടുന്ന എന്ന സ്ഥലത്തുള്ള ഭൂമി ഇത്ര രൂപ വില നിശ്ചയിച്ച് ഇന്നാലിനാൾക്ക് കൊടുത്തിരിക്കുന്നു. എനിക്ക് അതിൽ കൈവശമോ അധികാരമോ തീർച്ചയോ ഇല്ല. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുമല്ലോ. എന്തിന് പറയും മനുഷ്യന്മാരെ? എന്തിന് ആധാരത്തിൽ തന്നു കഴിഞ്ഞു, ഞാൻ കൊടുത്തു കഴിഞ്ഞു. അള്ളാഹ്ക്ക് ഇനി അധികാരമില്ല എന്നല്ല, അള്ളാഹ്ക്ക് അധികാരം ഉണ്ടാവുമല്ലോ. അള്ളാഹിന്റെ ഹബീബിന്റെ മുതലല്ലേ, അത് അള്ളാഹിന്റെ തന്നെയല്ലേ. അള്ളാഹിന്റെ മുതൽ അള്ളാഹിന്റെ ഹബീബിൻ്റെതും അള്ളാഹിന്റെ ഹബീബിന്റെ മുതൽ അള്ളാഹിൻ്റെതും അല്ലേ. അള്ളാഹിന്റെ ഹബീബിന്റെ കയ്യിൽ അള്ളാഹ് കൊടുത്താൽ അല്ലാതെ ഒന്നുമില്ലല്ലോ. ചിന്തിക്കണം. ഞാൻ കൗസർ കൊടുക്കുമെന്ന് പറഞ്ഞാലും വലിയ ഒരു വാക്കാണ്. പക്ഷേ കൗസർ കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അങ്ങേക്ക് നാം കൗസർ നൽകി തന്നിരിക്കുന്നു നബിയേ. അങ്ങേക്ക് കൗസർ തന്നു കഴിഞ്ഞു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫയോട്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫാൻ്റെതാണ് സല്ലല്ലാഹു ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ പറയുകയും ചെയ്തു, ഞാൻ ഹൗലുങ്കരയിൽ ആദ്യമായി എത്തിച്ചേരും. എന്റെ മകയും കൂടെ സുദ്ദീഖുൽ അക്ബർ ഉണ്ടാകും, എന്റെ കൂടെ ഉമറുൽ ഫാറൂഖും ഉണ്ടാകും, ഉസ്മാൻ അലിയും ഉണ്ടാകും, അലി ഫാത്തിമയുണ്ടാകും, ഖദീജത്തുൽ കുബറയുണ്ടാകും, എന്റെ പൊന്നുമക്കൾ ഹസനും ഹുസൈനും ഉണ്ടാകും. ഞങ്ങൾ കൗസറിന്റെ കരയിൽ ആദ്യം എത്തിച്ചേരും കേട്ടോ. നിങ്ങൾ അവിടെ വന്നാ മതി. ഹൗള് എനിക്ക് റബ്ബ് നേരത്തെ തന്നതാണ്, ഞാൻ അവിടെ ഉണ്ടാകും കേട്ടോ. നിങ്ങൾ അവിടേക്ക് വന്നാ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പരലോകത്തെത്തിയാൽ ഹൗള് കൗസർ അന്വേഷിച്ചാൽ മതി, അവിടെ ഞാനുണ്ടാവും. നിങ്ങൾ എന്നെ കാണാതെ വിഷമിക്കൂല, ഞാൻ അവിടെ ഉണ്ടാവും.
ഞാൻ അവിടെ ഉണ്ടാവും. എൻ്റെ കൂടെ സിദ്ദീഖുൽ അക്ബർ ഉണ്ടാവും, എൻ്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടാവും, എൻ്റെ കൂടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടാവും, എൻ്റെ കൂടെ അലി ബിൻ അബി ത്വാലിബ് ഉണ്ടാവും റളിയല്ലാഹു അൻഹു. എൻ്റെ കൂടെ എൻ്റെ പൊന്നുമോൾ ഫാത്തിമ ഉണ്ടാവും, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ഉണ്ടാവും, എൻ്റെ ഹസനും ഹുസൈനും ഉണ്ടാവും റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കുക. ഞാൻ അവിടെ നേരത്തെ പോയി നിൽക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഹബീബായ നബിയുടെ ഖദർ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. അവിടുത്തെ ഖദർ മനസ്സിലാക്കാൻ കഴിയൂല. ആ ഖദർ അല്ലാഹു വെളിപ്പെടുത്തിയിട്ടുമില്ല. യൂസുഫ് നബിക്ക് ബാപ്പാനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ച പടച്ചോന് എന്തൊക്കെ ചെയ്യിപ്പിക്കണം മുത്തുനബിക്ക്. അപ്പൊ അതൊക്കെ ഇവിടെ ഒരു സംഭവമായി കിടക്കണില്ലേ? ഇതാണ് മനുഷ്യരെ നിങ്ങളത് ചിന്തിക്കാത്തത്. ആരാണ് യൂസുഫ്? മുത്തുനബിയിലേക്ക് ചേർത്താൽ ഒന്നുമല്ല സയ്യിദ്നാ യൂസുഫ്. വർക്കപ്പാറ സയ്യിദ്നാ യൂസുഫ് സുജൂദ് ചെയ്തു. ആര്? ബാപ്പ. ബാപ്പാനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു യൂസുഫ് നബിക്ക്. ബാപ്പ വല്ല തെറ്റും ചെയ്തിട്ടാണോ? അല്ല, ബാപ്പ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ബാപ്പാനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു അല്ലാഹു. അപ്പൊ നബിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഈ സുജൂദിന്റെ ഒക്കെ ഒരു കതിർപടം ഉണ്ടല്ലോ, അതൊക്കെ പരലോകത്തെ നമ്മൾ കാണുമല്ലോ. അല്ലാഹു കാണിച്ചു തരാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ലോകത്തെ പിന്നെ ലോകം മുഴുവനും ഖൽബ് കൊണ്ട് സുജൂദ് ചെയ്താൽ തീരാത്ത ആളല്ലേ മുഹമ്മദ് മുസ്തഫ? ഇതെന്താണ് മനുഷ്യ ചിന്തിക്കാത്തത്? സുജൂദ് ചെയ്തില്ലേ ആര്? സയ്യിദ്നാ യാഖൂബ് തന്നെ. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. നമുക്ക് നാഫിയ ഇൽമിനെ തുറന്നേരട്ടെ. നിങ്ങൾ ചിന്തിക്കി. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. കനാൻ നാട്ടിൽ നിന്ന് ബാപ്പയെയും 11 ജ്യേഷ്ഠന്മാർ, ഒരു അനുജൻ, 10 ജ്യേഷ്ഠൻ, പിന്നെ അവരുടെ മക്കൾ, പേരമക്കൾ, ഭാര്യ, സന്താനങ്ങളെല്ലാവരെയും കൂട്ടി 200 ഒട്ടകപ്പുറത്ത് കൊണ്ടുവന്നു കനാനിൽ നിന്ന് മിസ്റിലേക്ക്. മിസ്റിൽ ഭരണാധികാരിയുടെ വലിയ പ്രധാനപ്പെട്ട ഭരണസ്ഥാനത്തായിരുന്നു സയ്യിദ്നാ യൂസുഫ്. ഉറക്കപ്പറ സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം. നഗരാതിർത്തിയിലെ പുറത്തേക്ക് വന്നു നബിയുല്ലാഹി യൂസുഫ്. അക്കാലത്തെ ഫറോവയുണ്ടായിരുന്നു. അയാൾ മുസ്ലിമായ ഫറോവയായിരുന്നു. അയാളുടെ പേര് റയ്യാൻ ഇബ്നുൽ വലീദ് എന്നായിരുന്നു. അയാൾ നല്ലൊരു ഫറോവയായിരുന്നു. ഫറോവമാരിൽ ലോക ചരിത്രത്തിൽ കടന്ന മഹാനായ സയ്യിദ്നാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രളയത്തിന് ശേഷം മഹാനായ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം വരെയും ഈജിപ്തിൽ ഭരണം നടത്തിയത് ഫറോമാരാണ്. പേർഷ്യയിൽ ഭരണം നടത്തിയത് കിസ്രമാരാണ്. ചിന്തിക്കണം. അതൊരു സ്ഥാനപ്പേരാണ്. യൂസുഫ് നബിയുടെ കാലഘട്ടത്തിലെ ഫറോവ റയ്യാൻ ഇബ്നുൽ വലീദാണ്. അദ്ദേഹത്തിന് നബിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഫആമന ബില്ലാഹി വബിറസൂലിഹി യൂസുഫ, അല്ലാഹുവിലും റസൂലായി യൂസുഫിലും വിശ്വസിച്ചിട്ട് അയാൾ മുഅ്മിനായി. ആ ഫറോവ, അയാളുടെ പേര് റയ്യാൻ ഇബ്നുൽ വലീദ് എന്നാണ്. അയാൾ സ്വഹാബിയാണ്. ആരുടെ? യൂസുഫ് നബിയുടെ സ്വഹാബിയാണ് അക്കാലത്തെ ഫറോവ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലാവുന്നതേ പറഞ്ഞത്. എല്ലാ ഫറോവമാരും മോശമല്ല. റാംസിസ് രണ്ടാമനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള തമ്മാടി. അല്ലാഹു തമ്മാടികളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിനു മുമ്പാണ് ഈ സംഭവം. അന്ന് റയ്യാൻ ഇബ്നുൽ വലീദാണ് ഫറോവ. അയാൾ ഒരു മുഅ്മിനായ മനുഷ്യനായിരുന്നു. യൂസുഫ് നബിയിൽ അയാൾ വിശ്വസിച്ചു. അങ്ങനെ യൂസുഫ് നബിയുടെ കുടുംബം കനാനിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, കനാനിൽ നിന്ന് കുടുംബസമേതം വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ മിസ്റിൽ ആഘോഷം സംഘടിപ്പിച്ചു.
സഘോഷമായ അടിമകളെയും കുതിര പട്ടാളത്തെയും കടാൽ പട്ടാളത്തെയും കൊണ്ടുവന്ന് കളിക്കാരും സ്വീകരിക്കുന്നവരും എല്ലാം അണിയണിയായി നിലകൊണ്ട് എന്നിട്ട് അവര് നഗരാതിർത്തിയുടെ പുറത്തേക്ക് സ്വർണത്തിന്റെ സിംഹാസനം കൊണ്ടുവന്ന് ആ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി ആരെ യാക്കൂബ് നബിയെയും സയ്യിദുനാ യാക്കൂബ് അങ്ങനെ നഗരാതിർത്തിയിൽ മരുഭൂമിയിൽ ടെന്റ് കെട്ടി. ഈജിപ്താണ്. ഈജിപ്തിൽ 5% മാത്രമാണ് കൃഷിഭൂമി. 95% മരുഭൂമിയുള്ള നാടാണ് ഈജിപ്ത്. 5% ഭൂമി മാത്രമാണ് ഈജിപ്തിൽ കൃഷിഭൂമി ഉള്ളത്. 95% ഭൂമിയും മരുഭൂമിയാണ് ഈജിപ്തിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയും ഈജിപ്തിലാണ്. അതാണ് സിനായ് മരുഭൂമി. നിങ്ങൾക്കറിയാം, 60,000 ചതുരശ്ര കിലോമീറ്ററാണ് സിനായ് മരുഭൂമി. അത് ഈജിപ്തിന്റെ സ്വത്താണ്. ചിന്തിക്കണം. ആ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് സിംഹാസനം ഇട്ടു. ആര് വന്നപ്പോൾ? മഹാനായ സയ്യിദുനാ യാക്കൂബ്. ഒക്കെ പറ സയ്യിദുനാ യാക്കൂബ്. നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ മുത്തുനബിയുടെ ഖദർ മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. എങ്ങനെ മനുഷ്യന്മാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കാതിരിക്കും? അള്ളാന്റെ ഹബീബ് ആരാന്ന് പറയണം? മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കും. അങ്ങനെ അവര് അനവധി ആളുകൾ ഉണ്ടായിരുന്നു. 200 ഒട്ടകപ്പുറത്ത് മക്കളും പേരമക്കളും സാധനങ്ങളും കെട്ടിക്കൊണ്ടുവന്ന് ആ ഒട്ടകങ്ങളെയും ഇവിടുന്ന് യൂസുഫ് നബി കൊടുത്തയച്ചതാണ് അലൈഹിസ്സലാം. ഇനി നിങ്ങൾ റേഷൻ വന്ന് എല്ലാ മാസത്തിലും റേഷൻ വാങ്ങി വന്ന് വിഷമിക്കണ്ട. ഇനി ഇവിടെ തന്നെ കൊട്ടാരം കെട്ടി തന്ന് പാർക്കാം. ഇവിടെ എനിക്ക് എല്ലാവിധ സൗകര്യവും ഉണ്ട്. നേരത്തെ ബാപ്പാക്ക് കുപ്പായം കൊടുത്തയച്ചു. ഈ കുപ്പായം കൊണ്ടുവന്ന് ഉപ്പായുടെ മുഖത്തൊന്ന് തൊടിച്ചാൽ മതി, ഉപ്പാടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അങ്ങനെ ഒരു മുഹറം 10 ആ കുപ്പായം കൊണ്ടുപോയി ഉപ്പാന്റെ മുഖത്തിട്ടു. അപ്പോഴത്തിന് ഉപ്പാക്ക് കാഴ്ചശക്തി ബഹുമാനപ്പെട്ട നബിയായ യൂസുഫ് നബിയുടെ ഉപ്പയായ യാക്കൂബ് നബിയുടെ മുഖത്താതെ അങ്ങോട്ട് ഇട്ടപ്പോൾ കാഴ്ചശക്തി തിരിച്ചു കിട്ടി നബിയുല്ലാഹി യാക്കൂബിന് അലൈഹിസ്സലാം. പിന്നെ അവരെല്ലാവരും കൂടി പുറപ്പെട്ടു മിസ്റിലേക്ക്. ഏകദേശം 1000-ലേറെ കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന് ഈ പറയപ്പെടുന്ന മിസ്റിലെ സ്ഥലത്തേക്ക്. അതിന് ഒട്ടകപ്പുറം 200 ഒട്ടകങ്ങൾ പറഞ്ഞയച്ചു കൊടുത്തു. വഴിവക്കിലൊക്കെ വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ടാക്കി. വഴിവക്കിലെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം കൊടുത്തയച്ചു. അങ്ങനെ അനവധി ദിവസങ്ങൾ യാത്ര ചെയ്ത് ബാപ്പയും മക്കളും പരിവാരങ്ങളും മിസ്റിലേക്ക് വന്നു. മിസ്റിലെത്തിയപ്പോഴോ നഗരത്തിന്റെ നഗരാതിർത്തിയുടെ പുറത്തേക്ക് സിംഹാസനം കൊണ്ടുവന്നു അവര്. ബാപ്പയെയും ഉമ്മയെയും, അത് ആ ഉമ്മയാണ്, അതല്ല ഉമ്മയെ ഹയാത്താക്കിയതാണ്, അതല്ല ബാപ്പ കിട്ടിയ വേറൊരു പെണ്ണാണ്. ഇങ്ങനെയൊക്കെ പല ചർച്ചകളുമുണ്ട്. ഏതായാലും ബാപ്പ കിട്ടിയ ആൾ ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെയല്ലേ. സിംഹാസനത്തിന്റെ മേൽ ബാപ്പാനെ പിടിച്ചിരുത്തി. സ്വർണത്തിന്റെ സിംഹാസനം കൊണ്ടുവന്ന് മരുഭൂമിയിൽ ടെന്റ് കെട്ടി യാക്കൂബ് നബിക്ക് സിംഹാസനം ഇട്ടുകൊടുത്തു. പരിശുദ്ധ ഖുർആൻ. എന്താ അടുത്ത വാക്ക്? അപ്പോൾ ആ 200ഓളം ആളുകൾ യൂസുഫ് നബിയുടെ മുന്നിൽ സുജൂദിൽ വീണു. യൂസുഫ് നബിയുടെ മുന്നിൽ സുജൂദ് കിടക്കാമെങ്കിൽ മുത്തനബിയുടെ അവസ്ഥ എന്തായിരിക്കും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതെന്തേ ഇവിടെ കാണിക്കാഞ്ഞു? അതൊക്കെ പരലോകത്ത് കാണിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതിവിടെ കാണിച്ചിട്ടില്ല. അതൊക്കെ നബിക്ക് ബാക്കി കിടക്കുന്നതാണ് അങ്ങോട്ട്. അല്ലാഹുവേ, ഇതൊക്കെ കാണാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹബീബ റസൂലുള്ളാഹിയുടെ വിനയത്തിന് അങ്ങേ ഭാഗം. അതൊക്കെ റസൂലുള്ളാഹിക്ക്, യൂസുഫ് നബിക്ക് ബാപ്പ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് ആരൊക്കെ ഈ ലോകം മുഴുവനും സുജൂദ് ചെയ്താലും മതിയാവൂല. മുത്ത് മുഹമ്മദ് മുസ്തഫക്ക് സുജൂദ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഖുർആനല്ലേ പറഞ്ഞ് وخروا له سجدا وخروا له سجدا وخروا له سجدا وخروا له سجدا സുജൂദിൽ വീണു. ആ
ആരാണ് സുജൂദിൽ വീണത്? യാക്കൂബ് നബിയും വേറെയുള്ള പുത്രക്കളത്രാദികൾ 100-200 ആളുകൾ സുജൂദിൽ വീണു. വഖറൂ ലഹു സുജ്ജദാ, യൂസുഫ് നബിയുടെ മുന്നിൽ സുജൂദിൽ വീണു. അപ്പോൾ ഹബീബ നബിയുടെ സ്ഥാനം എന്തായിരിക്കും? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഈ ശരീഅത്തിൽ അങ്ങനെ സുജൂദില്ല. എന്തുകൊണ്ട്? നബിക്ക് ഒരാൾ സുജൂദ് ചെയ്താൽ മതിയാവില്ല. ഈ ലോകം മുഴുവൻ സുജൂദ് ചെയ്യാൻ തീരാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ശരീഅത്തിൽ നിന്ന് മാറ്റി വെച്ചു. അതൊക്കെ റസൂലുള്ളാഹിന്റെ ഖദറിലുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ ഈ ശരീഅത്തിന് അങ്ങനത്തെ സംഭവമില്ല. പക്ഷേ അത് റസൂലുള്ളാഹിന്റെ ഖദറിൽപ്പെട്ടത് തന്നെയാണ്. എന്തുകൊണ്ട്? യൂസുഫ് നബിക്ക് അത് മഖ്ദൂറാണെങ്കിൽ എങ്ങനെ മുസ്തഫ നബിക്ക് അത് മഖ്ദൂർ അല്ലാതിരിക്കും? അതും റസൂലുള്ളാഹിന്റെ ഖദർ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു വേദഗ്രന്ഥമുള്ള നബിയുമല്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട നബിയുമല്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട ആളല്ല. എന്നാൽ ഹബീബായ നബിയോ, ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത പരിശുദ്ധ ഖുർആൻ അല്ലാഹു നൽകിയ ഭൂമി ലോകത്തെ അതിന്റെ ഏറ്റവും വലിയ അവകാശി മുഹമ്മദ് മുസ്തഫ പുണ്യ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം എന്ന് മാത്രമല്ല, ചിന്തിക്കണം. ഉലുൽ അസ്മിൽപ്പെട്ട ആളല്ല യൂസുഫ് നബി. ഇത് ഉലുൽ അസ്മിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഇത് അർശിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഇത് കുർസിയുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അലായ മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞതുപോലെ അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി. ഈ ലോകം മുഴുവനും റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ മുഹമ്മദ് മുസ്തഫ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ലോകം മുഴുവനും കവി പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവനും ഹബീബിന്റെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂലുള്ളാഹിന്റെ ഖദർ. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, തീരുമാനിക്കാൻ കഴിയില്ല. അള്ളാനെ നീ വെച്ച ഖദറിലല്ല കുട്ടിയെ വെക്കേണ്ടത്. അള്ളാഹിനെ ഒരു മാനേജർ പോസ്റ്റിൽ ഇപ്പോഴും വെച്ചിട്ടുള്ളൂ. അള്ളാഹ് നമുക്ക് അറിയണമെങ്കിൽ റസൂലുള്ളാഹിനെ അറിയണ്ടേ? മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിനെ അറിയണമെങ്കിൽ റസൂലുള്ളാഹിനെ അറിയണ്ടേ? മൻ അറഫനി ഫഖദ് അറഫൽ ഹഖ. എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്നെ അറിയാൻ നോക്കി, എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു. നിങ്ങൾക്ക് അള്ളാഹിനെ അറിയാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾ എന്നെ അറിയാൻ നോക്കി, എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു. മൻ അറഫനി ഫഖദ് അറഫൽ ഹഖ. ഒരാൾ എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു. മൻ റആനി ഫഖദ് റഅൽ ഹഖ. ഒരാൾ എന്നെ കണ്ടാൽ അല്ലാഹുവിനെ കണ്ടു മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഞാൻ അല്ലാഹുവിന്റെ പൂർണ്ണനായ പ്രതിനിധിയാണ് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം.